SNDPയും പോപ്പും നമുക്ക് എങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് കിസ്കോ പാക്കറ്റ് ട്രേസർ. അപ്പോൾ അത് ആദ്യം ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് കിസ്കോ പാക്കറ്റ് ട്രേസർ. അപ്പോൾ ഇവിടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കണം ആദ്യം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് താഴെ നോക്കിയാൽ കാണാൻ കഴിയും ഒരുപാട് ഡിവൈസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡിവൈസ് ഇവിടുന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ ആദ്യം നമുക്കൊരു PC ആവശ്യമുണ്ട്. ഇനി ഒരു അടുത്തൊരു PC കൂടി ആവശ്യമുണ്ട്. ഒരു ലാപ്ടോപ്പാണ് ഉപയോഗിക്കുന്നത്. അടുത്ത നമുക്ക് സ്വിച്ച് ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ സെർച്ച് ചെയ്യാം. ഇനി നമുക്ക് ഒരു സെർവർ ആവശ്യമുണ്ട്. ഓക്കെ, ഇനി ഇത് തമ്മിൽ നമുക്കൊരു കണക്ഷൻ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഈ വയർ യൂസ് ചെയ്യാം. വയർ ഇതേപോലെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുക. വീഡിയോ കാണുന്ന പോലെ തന്നെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ആർക്കിടെക്റ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ഡിവൈസും IP കോൺഫിഗറേഷൻ നടത്തണം. അപ്പോൾ ആദ്യം നമ്മൾ സെർവർ കോൺഫിഗർ ചെയ്യാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിത് ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. മേലെ നോക്കിയാൽ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഡെസ്ക്ടോപ്പ് പോവാം, IP കോൺഫിഗറേഷൻ പോവാം. ഇവിടെ IP കോൺഫിഗറേഷൻ എന്താണെന്ന് വെച്ചാൽ അടിച്ചു കൊടുക്കുക. അപ്പോൾ 192.168.1.1. ഓക്കെ, സബ് മാസ്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. ഓക്കെ, ക്ലോസ് ചെയ്യാം. ഇനി നമ്മൾ സെർവറിൽ ചെയ്ത പോലെ തന്നെ ഈ രണ്ട് ഡിവൈസിലും ചെയ്യണം. ഇനി നമുക്ക് അടുത്ത ഡിവൈസിൽ ചെയ്യാം. നേരത്തെ പോലെ തന്നെ ഡെസ്ക്ടോപ്പിൽ IP കോൺഫിഗറേഷൻ. ഓക്കെ, IP കോൺഫിഗറേഷൻ ഒരിക്കലും സെയിം ആവരുത്. അതുകൊണ്ട് നമ്മൾ മാറ്റം വരുത്തണം. സബ് മാസ്ക് നേരത്തെ പോലെ തന്നെ ക്ലിക്ക് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി വരും. ഇതേ പ്രോസസ്സ് മൂന്നാമത്തെ ഡിവൈസിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ഡിവൈസിലും IP കോൺഫിഗറേഷൻ നടത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൽ അഡ്രസ്സിങ് നടത്തണം. മെയിൽ അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മെയിൽ അഡ്രസ്സിങ് നടത്തണം. അപ്പോൾ ഫസ്റ്റത്തെ PC ആദ്യം ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യാം. ഡെസ്ക്ടോപ്പിൽ ഇമെയിൽ. ഓക്കെ, ഇവിടെ നമ്മളൊരു നെയിം സെറ്റ് ചെയ്യണം. അപ്പോൾ ഷിബിൽ, അതുപോലെ ഇമെയിൽ അഡ്രസ്സും കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടെ സെർവർ ഇൻകമിങ് മെയിൽ സെർവറും അതുപോലെ ഔട്ട്കമിങ് മെയിൽ സെർവറും ആയിട്ട് നേരത്തെ കൊടുത്ത സെർവറിൻ്റെ IP കോൺഫിഗറേഷൻ തന്നെ കൊടുക്കുക. ഓക്കെ, ഓക്കെ, ഇനി ഇവിടെ യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്യാം. ഇനി സേവ് ചെയ്യാം. ഓക്കെ, ഇതേപോലെ നമ്മളെ രണ്ടാമത്തെ ഡിവൈസിലും മെയിൽ അഡ്രസ്സിങ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നേരത്തെ അതേ പ്രോസസ്സ്. ഇമെയിൽ പോവാം. യുവർ നെയിം ഷായിബ്. നേരത്തെ ചെയ്ത പോലെ തന്നെ
ഐ പി കോൺഫിഗറേഷൻ, സെർവറിൻ്റെ ഐ പി കോൺഫിഗറേഷൻ ഇവിടെയും കൊടുക്കാം. അതുപോലെ യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്യാം. സേവ് ചെയ്യാം. ഇനി നമ്മൾ സെർവറിൽ പോയിട്ട് നമ്മളിവിടെ കൊടുത്ത അതേ ഡീറ്റെയിൽസ് അവിടെ പോയി ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെർവറിൽ ക്ലിക്ക് ചെയ്യാം. ഇതേപോലെ സർവീസസിൽ പോവാം, ഇമെയിൽ എടുക്കുക. ഇവിടെ SMTPയും പോപ്പ് ഓൺ ആണെന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് ഡൊമൈൻ നെയിമായിട്ട് നമ്മളിപ്പോൾ ഇമെയിൽ വഴിയാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ gmail.com എന്ന് കൊടുക്കാം. അത് സെറ്റ് ചെയ്യാം. പിന്നെ യൂസർ നെയിം കൊടുക്കുക. നമ്മൾ നേരത്തെ 2 ഡിവൈസിലും കൊടുത്തല്ലോ, അതുകൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അടുത്ത ആളത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇൻഫർമേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് മെസ്സേജ് അയക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഡിവൈസ് നമ്മളിപ്പോൾ ഈ ഡിവൈസിലേക്കാണ് മെസ്സേജ് അയക്കണത്. അതായത് ഷിബിലിൻ്റെ ഡിവൈസിൽ നിന്ന് ഷാഹിദിൻ്റെ ഡിവൈസിലേക്ക്. അപ്പോൾ നമ്മൾ ഷിബിലിൻ്റെ ഡിവൈസിൽ ഡെസ്ക്ടോപ്പിൽ ഇമെയിൽ കമ്പോസ് ചെയ്യാം. എന്നിട്ട് ആർക്കാണോ അയക്കണത് 2 അഡ്രസ് ആയിട്ട് കൊടുക്കുക. സബ്ജക്റ്റ് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ സെൻഡ് ചെയ്യാം. ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും സെൻഡ്. ഓക്കെ, സെൻഡ് മെസ്സേജ് അല്ല, സെൻഡ് സക്സസ്. ഓക്കെ, നമ്മൾ അയച്ച മെസ്സേജ് സക്സസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഡിവൈസിൽ പോയിട്ട് അത് റിസീവ് ചെയ്യാം. അപ്പോൾ അതിൽ ഡെസ്ക്ടോപ്പിൽ ഇമെയിലിൽ റിസീവ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ കാണാൻ കഴിയും റിസീവ് മെയിൽ. ഓക്കെ, റിസീവ് മെയിൽ സക്സസ്. ഓക്കെ, നമ്മൾ ഈ ഡിവൈസിൽ നിന്ന്, അതായത് ഷാഹിദിൻ്റെ ഡിവൈസിൽ നിന്ന് ഷിബിലിൻ്റെ ഡിവൈസൊക്കെ അയക്കണം. ഓക്കെ, അപ്പോൾ നേരത്തെ പോലെ തന്നെ കമ്പോസ് ചെയ്യാം. ആർക്കാണോ അയക്കണത് അത് 2 അഡ്രസ്സായി കൊടുക്കുക. സെൻഡ് ചെയ്യാം. ഓക്കെ, സെൻഡ് സക്സസ്. ഇത് നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, റിസീവ് മെയിൽ സക്സസ്. ഇതിൻ്റെ വിഷ്വൽ റെപ്രസെൻറ്റേഷനായിട്ട് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ SMTP പോപ്പ് പ്രാക്ടിക്കൽ.